الحمد لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ. ഹിറാ ഗുഹയുടെ ഇരുട്ടിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീൻ്റെ വെളിച്ചം കിട്ടി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ രഹസ്യ പ്രബോധനം ആരംഭിച്ചു. ഇസ്ലാമിൻ്റെ തുടക്കം വളരെ പതിയെയായിരുന്നു. അർക്കമുബിൻ അബി അർക്കം എന്ന 16 വയസ്സുകാരൻ്റെ വീട്ടിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിരലിൽ എണ്ണാവുന്ന കുറച്ച് അനുചരന്മാരും ഒരുമിച്ചിരുന്നു. അവർ അള്ളാഹുവിൻ്റെ ദീനിനെ പറ്റി സംസാരിച്ചു. പാത്തുപതുങ്ങിയാണ് സഹാബിമാർ അർക്കമുബിൻ അബി അർക്കമിൻ്റെ വീട്ടിലെത്തിയിരുന്നതും തിരിച്ചു പോയിരുന്നതും. 3 വർഷക്കാലം മക്കയിൽ രഹസ്യ പ്രബോധനമാണ്. പിന്നീട് അള്ളാഹുവിൻ്റെ ആയത്തിറങ്ങി, വഅൻദിർ അശീറതകൽ അഖറബീൻ. അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കളെ നിങ്ങൾ ഈ ദീനിലേക്ക് ക്ഷണിക്കണം, രഹസ്യ പ്രബോധനം പരസ്യമാക്കണം, ഇസ്ലാമിൻ്റെ സന്ദേശം ഉറക്കെ പറയണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൊഫയുടെ മുകളിൽ കയറി. യാ സ്വബാഹ, അത് അറബികളുടെ ഒരു രീതിയാണ്. എന്തെങ്കിലും കനപ്പെട്ട താക്കീത് കൊടുക്കാനുണ്ടെങ്കിൽ അവർ സൊഫയുടെ മുകളിൽ കയറിയിട്ട് വിളിക്കും, യാ സ്വബാഹ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ കയറി വിളിച്ചു. ആളുകൾ തടിച്ചുകൂടി. വരാൻ കഴിയാത്തവർ പ്രതിനിധികളെ അയച്ചു. തടിച്ചുകൂടിയ നാട്ടുകാരോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച ചോദ്യം, ഈ കുന്നിൻ്റെ പിറകിൽ നിന്ന് നിങ്ങളെ ആക്രമിക്കുവാൻ ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അകുൻതും മുസദ്ദിഖിയ്യ, നിങ്ങൾ എന്നെ സത്യപ്പെടുത്തോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുമോ? അവിടെ കൂടിയിരുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, നഅം, ഞങ്ങൾ വിശ്വസിച്ചിരിക്കും. മുഹമ്മദെ, നീ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളത് സത്യപ്പെടുത്തിയിരിക്കും. അതിനൊരു ന്യായം കൂടി അവർ പറയുന്നുണ്ട്. മാ ജറബ്നാ അലൈക ഇല്ലാ സിദ്ഖ.
40 കൊല്ലം അവരുടെ കൂടെ ജീവിച്ചൊരു മനുഷ്യനെ പറ്റിയിട്ടാണ് അവർ പറയുന്നത്. നീ ഒരിക്കൽ പോലും കളവ് പറയുന്നത്, നുണ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. സത്യമല്ലാതെ നീ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. പിന്നെ നീ പറയുന്നത് ഞങ്ങൾ എന്തിനെ കളവാക്കണം? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചോദ്യവും അതിന് മക്കക്കാർ കൊടുത്ത മറുപടിയും നമ്മുടെ മനസ്സിൽ നമ്മൾ കുറിച്ചിടുക. അല്ലെ, 40 കൊല്ലം അവർക്കിടയിൽ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കളവ് പറയുന്നത് അവരാരും കേട്ടിട്ടില്ല. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നീ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് അള്ളാഹു വെറുതെ പറഞ്ഞതല്ല. ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുക. ഇനി രണ്ടാമത്തെ ഒരു രംഗം, ഹിർക്കലിന്റെ കൊട്ടാരം. റോമ ഭരിക്കുന്ന ഹിർക്കൽ ചക്രവർത്തിയുടെ ദർബാറിലേക്ക് അബൂ സുഫിയാനെയും കൂട്ടരെയും അദ്ദേഹം വിളിച്ചു വരുത്താൻ. അബൂ സുഫിയാനും കൂട്ടരും മക്കക്കാരാണ്. അവർ ഷാമിലേക്ക് കച്ചവടത്തിന് പോയതാണ്. അപ്പോൾ മക്കയിലുള്ള ഒരു സംഘം അവിടെ ഉണ്ട് എന്ന വിവരം അറിഞ്ഞ് റോമിലെ ഭരണാധികാരി ഹിർക്കൽ അബൂ സുഫിയാനെയും സംഘത്തെയും വിളിച്ചു വരുത്തി. ഹിർക്കലിന് അറിയേണ്ടത് മക്കയിൽ വന്ന പുതിയ നബിയെ പറ്റിയിട്ടാണ്. മക്കയിൽ നിയോഗിക്കപ്പെട്ട പുതിയ പ്രവാചകനെ പറ്റിയിട്ടാണ്. ആ നബിയുടെ വിശേഷണങ്ങളും ആ നബിയുടെ വാർത്തകളുമാണ് ഹിർക്കലിന് അറിയേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ ഹിർക്കൽ ചോദിച്ചു. അതിനൊക്കെ അബൂ സുഫിയാൻ മറുപടി കൊടുത്തു. അതിനിടയിൽ ഹിർക്കലിന്റെ ഒരു ചോദ്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്ന മുഹമ്മദ് എന്ന പ്രവാചകൻ മുമ്പ് കളവ് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് ആ മനുഷ്യൻ കളവ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരോടാണ് ഹിർക്കലിന്റെ ചോദ്യം? നമ്മൾ ആലോചിക്കണം. അബൂ സുഫിയാനോടാണ്. ആരാണ് അബൂ സുഫിയാൻ? ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളിൽ ഒരാളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുചരന്മാരെയും പിടിച്ചു കൊടുത്താൽ അരച്ചു കുടിക്കാനുള്ള ദേഷ്യമുണ്ട് അബൂ സുഫിയാന്. ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യാൻ സമ്പത്ത് വേണം, അതിന് കച്ചവടം നടത്തണം. ആ കച്ചവട സംഘത്തിന്റെ ലീഡറായിരുന്നു അബൂ സുഫിയാൻ. ആ അബൂ സുഫിയാനോടാണ് ഹിർക്കലിന്റെ ചോദ്യം, മുഹമ്മദ് മുമ്പ് കളവ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ ഹിർക്കലിന്റെ മറുപടി? ഹിർക്കലിന് അബൂ സുഫിയാൻ കൊടുത്ത മറുപടി, ഇല്ല, മുഹമ്മദ് മുമ്പ് കളവ് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല എന്നാണ്. ഏറ്റവും വലിയ ശത്രുവിന്റെ അംഗീകാരമാണത്. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരിക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളാണ് എന്ന് പറയുന്ന നമ്മുടെ അവസ്ഥ എന്താണ്? ഈ സത്യസന്ധത എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ ഏറ്റവും മുഖ്യമായൊരു വിഷയമായിരുന്നു. ഹിർക്കൽ ചോദിക്കുന്നുണ്ട്, എന്താണ് മുഹമ്മദ് നിങ്ങളോട് പറയുന്നത്? അപ്പൊ അബൂ സുഫിയാൻ പറയുന്നത്, ഉഅ്ബുദുല്ലാഹ് വലാ തുശ്രികു ബിഹി ശൈഅ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവന്റെ കൂടെ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. ഉത്റുകൂ മാ ഖാല ആബാഉക്കും, നിങ്ങളുടെ പിതാക്കന്മാർ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് നിങ്ങൾ ഒഴിവാക്കണം. യഅ്മുറുനാ ബിസ്സലാത്തി വസ്സകാത്തി വസ്സിദ്ഖി വൽഅഫാഫി വസ്സില, ഞങ്ങളോട് മുഹമ്മദ് കൽപ്പിക്കുന്നത് നിസ്കരിക്കാനാണ്, സകാത്ത് കൊടുക്കാനാണ്. പിന്നെ പറഞ്ഞാൽ എന്താണെന്നറിയോ? സത്യസന്ധരായിരിക്കണമെന്നാണ് മുഹമ്മദ് ഞങ്ങളോട് കൽപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മുടെ നിലവാരം എന്താണ്? ഇപ്പൊ ഇന്ന് നേരം പുലർന്നതിന് ശേഷം നമ്മൾ എത്ര നുണകൾ പറഞ്ഞിട്ടുണ്ടാകും? നമ്മൾ എത്ര കളവുകൾ പറഞ്ഞിട്ടുണ്ടാകും? സത്യമല്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടാകും? ചില മനുഷ്യന്മാരൊക്കെ വായ തുറക്കുന്നത് 2 കാര്യങ്ങൾക്കാണെന്ന് പറയലുണ്ട്. ഒന്ന് തിന്നാനാണ്, രണ്ടാമത്തത് നുണ പറയാനാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിൽ താക്കീത് നൽകിയ വിഷയമാണ്. ആയത്തുൽ മുനാഫിഖി സലാസുൻ, മുനാഫിക്കിന്റെ അടയാളങ്ങൾ 3 എണ്ണമാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എണ്ണി പറഞ്ഞത് എന്താണെന്നറിയോ? ഇദാ ഹദ്ദസ കദബ, സംസാരിച്ച നുണ പറയും. വായ തുറന്നാൽ കളവ് പറയുമെന്നാണ് നിഫാക്കിന്റെ അടയാളമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇത് ചെറിയൊരു സംഗതിയല്ല, ഇത് ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തി, ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, സത്യസന്ധത നന്മയിലേക്കാണ് ഒരു മനുഷ്യനെ നയിക്കുക. വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, നന്മകൾ ഒരു മനുഷ്യനെ നയിക്കുക സ്വർഗത്തിലേക്കാണ്. ഒരാളിങ്ങനെ സത്യം പറഞ്ഞ് ആ സത്യസന്ധത ശീലമാക്കി കൊണ്ടു നടന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ആ മനുഷ്യനെ പറ്റി രേഖപ്പെടുത്തുന്നതാണ്, സിദ്ദീഖാണവൻ, സത്യസന്ധനാണവൻ
എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വ ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കളവ്, നുണ, അതൊരു മനുഷ്യനെ നയിക്കുക തമ്മാടിത്തരങ്ങളിലേക്കാണ്, തിന്മകളിലേക്കാണ്. വ ഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ, ആ തമ്മാടിത്തരം, ആ തിന്മ ആ മനുഷ്യനെ കൊണ്ടുപോവുക നരകത്തിലേക്കുവാൻ. ഒരാളിങ്ങനെ നുണ പറഞ്ഞ് അവസാനം അള്ളാഹുവിന്റെ അടുക്കൽ ആ മനുഷ്യനെ പറ്റി രേഖപ്പെടുത്തും, കദ്ദാബ്, പെരുങ്കള്ളനാണ് എന്ന് അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തുന്ന. നമ്മളെ പറ്റിയിട്ട് ആലോചിക്കുക, അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളെ പറ്റിയിട്ടൊക്കെ എന്താവും എഴുതിയിട്ടുണ്ടാവുക? സിദ്ദീഖ് എന്നാണോ അതല്ല കദ്ദാബ് എന്നാണോ? നമ്മുടെ ഒരു ജീവിതം വെച്ചിട്ട് നമ്മളൊന്ന് അളന്നു നോക്കുക. നമ്മൾ തീരെ ശ്രദ്ധിക്കാറില്ല. നമ്മൾ പറ്റ മോശമാണ് ഈ വിഷയത്തിൽ. കളവ് പറയുന്ന വിഷയത്തിൽ നമ്മൾ വളരെ 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 മുമ്പിലാണ്. ഇതിന്റെ ഗൗരവം നമ്മൾ ചിന്തിക്കുന്നേയില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നേയില്ല. എവിടെ എത്തിന്ന് ചോദിച്ചാൽ ഇത് 5 മിനിറ്റ് ഇപ്പം എത്തുന്നാ പറയാ. ഓൻ കുളിക്കാൻ കുളിമുറിക്ക് കയറിയിട്ടുണ്ടാവില്ല. എന്നിട്ട് മറ്റോൻ അവിടെ വന്നിട്ട് അരമണിക്കൂറും 1 മണിക്കൂറും കാത്തു നിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറില്ലേ? ഇല്ലാത്ത ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ട് ജോലി വാങ്ങും, എന്നിട്ട് ശമ്പളം കൈപ്പറ്റും. ഗവൺമെന്റ് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിശ്ചയിച്ച ഓഫറുകൾ ഉണ്ടാകും, അതിനാ ക്വാളിറ്റി വേണം, നമ്മളത് ഉണ്ടാവില്ല. എന്നിട്ട് ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും, കള്ളരേഖയുണ്ടാക്കും, എന്നിട്ട് നമുക്ക് അർഹമല്ലാത്ത മുതൽ നമ്മൾ കൈപ്പറ്റും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം, ഇപ്പോൾ ബസ്സിൽ പോകുമ്പോൾ ചെറിയ കുട്ടികൾ കൂടെ ഉണ്ടാകും, ടിക്കറ്റ് ഒരു 10-20 ഉറുപ്പ്യ കൊടുത്താൽ മതിയാകും. ആ 10-20 രൂപ കൊടുക്കാൻ മടിച്ചിട്ട് ഈ 10 വയസ്സായ കുട്ടിക്ക് 9 വയസ്സാണ് 8 വയസ്സാണെന്ന് വയസ്സ് കുറച്ച് പറയും. അതുകൊണ്ട് എന്താ നമുക്ക് കിട്ടുന്ന മെച്ചം? ഒരു 10 ഉറുപ്പ്യ 20 ഉറുപ്പ്യ ലാഭം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അത് ലാഭമല്ല, അത് നഷ്ടാണ്, വൻ നഷ്ടാണ്. ആ 10 ഉറുപ്പ്യയിലും ആ 20 ഉറുപ്പ്യയിലും ഒരു ബറക്കത്തും ഉണ്ടാവില്ല. ഇനി ഒന്ന് വേണമെങ്കിൽ ആലോചിച്ച് നോക്കി, ആ 10 വയസ്സായ കുട്ടി, ഓനക്കറിയാലോ ഓനക്ക് 10 വയസ്സാണ്, ഓന്റെ ഉമ്മ പറയണോ ഓനക്ക് 8 വയസ്സാണ്, ഓനക്ക് 9 വയസ്സാണ്, അതുകൊണ്ട് ടിക്കറ്റ് എടുക്കൂല എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ പതിയുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രം അങ്ങനെ പെട്ടെന്ന് മായൂല. ആ കുട്ടി നിങ്ങളെ വിലയിരുത്തി കഴിഞ്ഞു. ആ കുട്ടിയുടെ മനസ്സിൽ നിങ്ങളുടെ മൂല്യം ഇടിഞ്ഞു. ആ കുട്ടി നിങ്ങളെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. അത് എത്ര വലിയ നഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. കച്ചവടക്കാർ ശരിക്ക് ശ്രദ്ധിക്കണം. കച്ചവടം നടത്തുന്നവർ ശരിക്ക് ഗൗരവത്തിൽ ആലോചിക്കണം. പുതിയ സാധനമല്ലേ എന്ന് വെച്ചാൽ പുതിയ സാധനമാണ്, ഇന്ന് വന്നതാണ്, ഫ്രഷാണ്, പുതിയതല്ലാതെ നമ്മൾ നിങ്ങൾക്ക് തരുമോന്നാണ്. അതിന് ഒരാഴ്ചയുടെ പഴക്കമുണ്ടാകും. വണ്ടി കച്ചവടം നടത്തും, നല്ല വണ്ടിയാണ്, അടിപൊളി വണ്ടിയാണ്, നല്ല കണ്ടീഷൻ ഉണ്ട്, അതിന് എൻജിൻ പണി ആയിട്ടുണ്ടാവും. ഈ വന്ന സാധുവിന് ഈ വണ്ടിനെ പറ്റിയിട്ടൊന്നും വലിയ ഐഡിയ ഉണ്ടാവില്ല. അയാൾ ക്യാഷ് കൊടുത്ത് വണ്ടി വാങ്ങിപ്പോകും. ഒരാഴ്ച കഴിയുമ്പോഴാണ് വണ്ടിയിൽ നിന്ന് പുക വരുന്നുണ്ട്, എന്തൊക്കെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്, വണ്ടിക്ക് പ്രശ്നമാണ്, എൻജിൻ പണി എടുക്കണം. എന്നിട്ട് ഇയാൾ 5000-6000 ഉറുപ്പ്യ എടുത്തിട്ട് എൻജിൻ പണി എടുക്കുക. അപ്പം നമ്മളെ മനസ്സിലുള്ള എന്താണ്? ഒരു ലൊക്കട വണ്ടി, അത് നല്ല ലാഭത്തിന് കച്ചവടം ചെയ്തു പോയി, ഞാൻ കഴിച്ചിലായി. നമ്മൾ കഴിച്ചിലാവല്ല ചെയ്ത്, നമ്മൾ കുടുങ്ങിയിരിക്കുന്നു. അത് ലാഭമല്ല പ്രിയപ്പെട്ടവർ, അത് നഷ്ടമാണ്, അത് വലിയ നഷ്ടമാണ്. ആ കച്ചവടത്തിൽ ഒരു ബർക്കത്തും ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 2 ആളുകൾ കച്ചവടം നടത്തി, വഇൻ സദഖ വബയ്യന ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, ഒരു സത്യസന്ധമായിട്ടാണ് കച്ചവടം നടത്തിയത്. ഇതിന് ഇങ്ങനത്തെ ഒക്കെ പ്രശ്നമുണ്ട്, ഇങ്ങനത്തെ ഒക്കെ പോരായ്മയുണ്ട്, അതൊക്കെ തുറന്ന് പറഞ്ഞിട്ടാണ് ഒരു കച്ചവടം നടത്തിയത്. ആ കച്ചവടത്തിൽ അവർക്ക് ബർക്കത്ത് ഉണ്ടാകും. വഇൻ കദബ വകതമ മുഹിഖത് ബറകതു ബൈഇഹിമാ, ഒരു നുണ പറഞ്ഞു, കളവ് പറഞ്ഞു, പറ്റിച്ചു, ന്യൂനതയും പോരായ്മയും മറച്ചു വെച്ചു, കച്ചവടം നടത്തി. പോക്കറ്റിൽ പൈസ ഉണ്ടാകും, അക്കൗണ്ടിൽ പൈസ ഉണ്ടാകും, ജിപേന്റെ ബാലൻസ് ഒക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യാനുള്ള പിന്നൊക്കെ അടിച്ചാൽ അക്കൗണ്ടിലെ പൈസ ഒക്കെ കൂടിയിട്ടുണ്ടാകും. പക്ഷെ അതിലൊരു ബറക്കത്തും ഉണ്ടാവില്ല. ഈ ബറക്കത്ത് എന്ന് പറയുന്ന സാധനം അത് അള്ളാഹു തരുന്നതാണ്. അത് കയ്യിൽ കുറെ പൈസ ഉണ്ടായതുകൊണ്ട് ബർക്കത്ത് കിട്ടൂല. അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത വഴികളിലൂടെയാണ് നമ്മുടെ പോക്കറ്റിൽ പണം എത്തിയിട്ടുള്ളത് എങ്കിൽ അത് ലാഭമാണ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അത് തീർത്താൽ തീരാത്ത നഷ്ടമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാക്കുക. അപ്പോൾ ചില ആൾക്കാർ പറയാ എന്താ വെച്ചാൽ,
ഇന്നത്തെ കാലത്തൊന്നും ബിസിനസ് നടത്തണമെങ്കിൽ നുണ പറയാതൊന്നും ബിസിനസ് നടത്താൻ പറ്റൂല, കളവ് പറയാതൊന്നും ഒരു കച്ചവടം നടത്താൻ പറ്റൂല. അങ്ങക്കത് പറഞ്ഞാൽ മതി, ജീവിച്ചു പോണ്ടേന്നാണ്. അതാണ് ഫുൾ സ്റ്റോപ്പ്, ജീവിച്ചു പോണ്ടേ. ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സുഹൃത്തിന് ലിഫ്റ്റ് കൊടുത്തു, ബൈക്കിൽ ലിഫ്റ്റ് കൊടുത്തു. അപ്പോൾ പരീക്ഷ എഴുതാൻ പോവാണ്. എന്ത് പരീക്ഷയാണ്? PSCൻ്റെ ഒരു പരീക്ഷയാണ്. എന്തിനാണ്? ബാങ്കിലൊരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ബാങ്കിലെ ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ ഞങ്ങൾക്ക് ലിഫ്റ്റ് തരൂലായിരുന്നു പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, പലിശ ഹറാമാണ്, ബാങ്ക് അങ്ങനെ എങ്ങനെയെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയല്ലോ, നമുക്ക് ജീവിച്ചു പോണ്ടേന്നാണ്. ജീവിച്ചു പോണ്ടേ, അതന്നെ നമുക്ക് പറയാമല്ലോ, ജീവിച്ചു പോണ്ടേ. ജീവിച്ചാൽ മാത്രം പോരല്ലോ, പോണ്ടേ, തിരിച്ചു പോണ്ടേ. നമ്മൾ എങ്ങോട്ടാണ് പ്രിയപ്പെട്ടവരെ തിരിച്ചു പോകേണ്ടത്? അള്ളാഹുവിൻ്റെ അടുക്കലേക്കല്ലേ. കൃത്യമായ ചോദ്യമുണ്ട്, ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമെന്ന് നല്ലോണം ആലോചിക്കണം. മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, എവിടുന്നാണോ സമ്പാദിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണോ ചെലവഴിച്ചത്, ആ ചോദ്യം ചോദിക്കാതെ ഒരു മനുഷ്യന്റെയും കാലം കണ്ട് മുന്നോട്ട് വെക്കാൻ പറ്റൂല. അതിന് അള്ളാഹുവിനോട് പറയാൻ നല്ല മറുപടി ഉണ്ടോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ചു വരുന്ന ജീവിതത്തിൽ എല്ലാ രംഗത്തും സത്യസന്ധന്മാരായിരിക്കണം നമ്മൾ. നുണ പറയാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, വഞ്ചന നടത്താൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ, സത്യസന്ധന്മാരുടെ കൂടെ നിങ്ങൾ ചേർന്ന് നിൽക്കണം. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഓർമ്മകളുള്ള ഒരു മാസത്തിലാണല്ലോ നമ്മളുള്ളത്. ഇബ്രാഹിം നബിനെ പറ്റിയിട്ട് ഖുർആൻ എന്താ പറഞ്ഞത്? ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, സത്യസന്ധനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റിയിട്ട് ഖുർആൻ എന്താ പറഞ്ഞത്? ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, സത്യസന്ധനാണ്, സിദ്ദീഖാൻ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരിക്കലേക്ക്, ജയിലിലേക്ക് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിച്ചു വരുന്ന മിസ്റുകാരൻ യൂസുഫ് നബിയെ വിളിക്കുന്ന ഒരു വിളിയുണ്ട് ഖുർആനിൽ. യൂസുഫ് അയ്യുഹ സിദ്ദീഖ്, യൂസുഫ് ഹേ സത്യസന്ധ എന്ന് വിളിച്ചിട്ടാണ് ആ മനുഷ്യൻ സംസാരം തുടങ്ങുന്നത്. അത് നബിമാരുടെ ഒരു ക്വാളിറ്റിയാണ്. ആ സത്യസന്ധത നമുക്ക് വേണം. ചില ആൾക്കാർ കളവ് പറയുക, ഈ അനന്തര സ്വത്തൊക്കെ വിഭജിക്കുന്ന സമയത്ത് മറ്റോന്റെ അവകാശം കൂടി കൈക്കലാക്കാൻ, അതും കൂടി തട്ടിപ്പറിച്ചെടുക്കാൻ സത്യം ചെയ്തിട്ട് വരെ ആ അവകാശത്തിന് വേണ്ടി വാദിക്കും, കള്ളസത്യം ചെയ്തിട്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ വേറൊരാളുടെ അവകാശത്തിന് വേണ്ടി കള്ളസത്യം ചെയ്താൽ ഔജബല്ലാഹു ലഹുന്നാർ, നരകത്തെ ആ മനുഷ്യന് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. വഹറമ അലൈഹിൽ ജന്ന, സ്വർഗം ആ മനുഷ്യന് ഹറാമാൻ, അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. ഈ ഹദീസ് കേട്ടപ്പോൾ ഒരു സ്വഹാബി ചോദിക്കുകയാണ്, വ ഇൻ കാന ശൈഅൻ യസീറൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ അതൊരു ചെറിയ സംഗതിയാണെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? വ ഇൻ ഖദീബൻ മിൻ അറാഖ്, അതൊരു അറാഖിന്റെ കൊള്ളിയാണെങ്കിലും ശരി. ഞാൻ അറബികൾക്ക് എന്താ അറാഖിന്റെ കൊള്ളി? ഒരു പല്ലേക്കുന്ന ആ കൊള്ളി കണ്ടിട്ടില്ല, അതാണ് അറാഖിന്റെ കൊള്ളി. ഹജ്ജിന് ഉംറക്കൊക്കെ പോയ ആൾക്കാർ വരുമ്പോൾ കൊണ്ടുവരലുണ്ട് ആ കൊള്ളി. അറബികൾക്ക് എന്ത് വിലയാണ് അതിനുള്ളത്? ആ അറാഖിന്റെ കൊള്ളിയാണ് ഒരു മനുഷ്യൻ കള്ളസത്യം ചെയ്തിട്ട് കൈക്കലാക്കിയത് എങ്കിൽ അവൻക്ക് നരകം നിർബന്ധമാണ്, സ്വർഗം നിഷിദ്ധമാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയത്. അപ്പോൾ ഒരിക്കലും കളവ് പറയൂല എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റണം. അത് തമാശക്കും പാടില്ല. ചില ആൾക്കാർ ഒന്ന് വട്ടത്തിൽ കൂടുമ്പോൾ എല്ലാവരും ഒന്ന് തമാശ പറഞ്ഞ് രസിക്കാൻ, അല്ലെ, കൂടെ ഉള്ളവരെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നുണ പറയും. വെറുതെ നുണ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ ചിരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിൽ എതിർത്ത കാര്യമാണ്. വൈലുൽ ലില്ലദീ യുഹദ്ദിസു ബിൽ ഹദീസി ലിയുദ്ഹിക ബിഹിൽ ഖൗം ഫയക്ദിബ വൈലുൻ ലഹു വൈലുൻ ലഹു, കൂടെയുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവന് നാശം. വൈലുൻ ലഹു വൈലുൻ ലഹു, അവന് നാശം, അവന് നാശം എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. തമാശക്കും കളവ് പറയാൻ പറ്റൂല. സ്വർഗത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു വീടിനെ പറ്റിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. അന സഈമുൻ ബിബൈത്തിൻ ഫീ വസതിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു വീടിന് ഞാൻ ജാമ്യം നിൽക്കാം. ആർക്കാണത്? ലിമൻ തറക്കൽ കദിബ വ ഇൻ കാന മാസിഹ, തമാശക്കാണെങ്കിലും കളവ് പറയാത്തവനാണ് ആ വീട് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം നബി തമാശ ഒന്നും പറയാത്ത ഭയങ്കര മസിൽ പിടിച്ച് ഗൗരവക്കാരനായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. സഹാബിമാരോടൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തമാശയും പറഞ്ഞിട്ടില്ല എന്നല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടം പോലെ തമാശകൾ പറഞ്ഞിട്ടുണ്ട്. സഹാബിമാരുടെ തമാശ കേട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചിട്ടുമുണ്ട്. അൽ മിസാഹു ഫിസ്സുന്ന
സുന്നത്തിലുള്ള തമാശകൾ എന്നാണ്. ഒരു കിതാബിൻ്റെ പേരാണ്, ഒരു ഗ്രന്ഥത്തിൻ്റെ പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തമാശകൾ പണ്ഡിതന്മാർ ക്രോഡീകരിച്ചിട്ടുണ്ട്. നബി തമാശ പറയാത്ത ആളൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ട് ഞാൻ തമാശ പറയുന്നുണ്ട്. വലാകിന്നി ലാ അഖൂലു ഇല്ലാ ഹഖ്ക, എന്നാൽ സത്യമല്ലാതെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറില്ല എന്നാണ്. അപ്പം ആ ഒരു സത്യസന്ധത നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാനുള്ള പരിശ്രമവും പ്രയത്നവും പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബനു നജാർ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു. അയാൾ ക്രിസ്ത്യാനിയായിരുന്നു. അങ്ങനെ പിന്നീട് നബിൻ്റെ കൂടെ കൂടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരിൽ ഒരാളായിട്ട് മാറുകയാണ്. ഖുറാനിലെ ചില ഭാഗങ്ങളൊക്കെ ആ മനുഷ്യൻ പഠിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് അയാൾ വീണ്ടും ഇസ്ലാമിൽ നിന്ന് തിരിച്ചുപോയി. അയാൾ വീണ്ടും ക്രിസ്ത്യാനിയായി. പിന്നെ ഇയാളെ പണി എന്താ വെച്ചാൽ ഇയാൾ ഇങ്ങനെ പാടി നടക്കുന്നതാണ്. മാ യദ്രി മുഹമ്മദുൻ ഇല്ലാ മാ കതബ്തു ലഹു, ഞാൻ എന്താണോ മുഹമ്മദിന് എഴുതി കൊടുക്കുന്നത് അതേ മുഹമ്മദിന് അറിയുള്ളൂ, അല്ലാതെ മുഹമ്മദിന് വഹിയൊന്നും വരുന്നില്ല, മുഹമ്മദ് നബിയൊന്നും അല്ല എന്ന് ഇയാളിങ്ങനെ നാട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞു നടക്കും. അങ്ങനെ ഈ മനുഷ്യൻ മരിച്ചപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര സംഭവമായിരുന്നു. കാരണം ഇസ്ലാമിലേക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്ന ഒരാളാണ് ഇവർ. ഈ മനുഷ്യൻ്റെ മയ്യിത്ത് മറമാടി അടുത്ത ദിവസം രാവിലെ ഈ മനുഷ്യൻ്റെ മയ്യിത്ത് പുറത്താണ്, ഭൂമി അത് പുറന്തള്ളിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഹാദാ മിൻ ഫിഅലി മുഹമ്മദിൻ വ അസ്ഹാബിഹി, ഇത് മുഹമ്മദിൻ്റെയും കൂട്ടരുടെയും പണിയാണ്. മുസ്ലിം ആയതിനു ശേഷം വീണ്ടും ക്രിസ്ത്യാനി ആയതിനുള്ള രോഷം അവർ ഈ മനുഷ്യൻ്റെ കബറ് കുഴിച്ച് അയാളെ പുറത്തേക്ക് ഇട്ടതാണ്. രണ്ടാമത്തെ ദിവസം ഇവർ കുറച്ചുകൂടി ആഴത്തിൽ കബറ് കുഴിച്ചിട്ട് ഇയാളെ മറമാടി. അടുത്ത ദിവസം നേരം പുലർന്നപ്പോൾ ഇയാളുടെ മയ്യിത്ത് പുറത്താണ്, ഭൂമി അതിനെ പുറന്തള്ളിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം ഇവർ പറഞ്ഞു, ഹാദാ മിൻ ഫിഅലി മുഹമ്മദിൻ വ അസ്ഹാബിഹി, ഇത് മുഹമ്മദിൻ്റെ കൂട്ടരെയും പണിയാണ്, ഇത് പക തീർക്കുകയാണ്. അങ്ങനെ അവർ ഒന്നുകൂടി ആഴത്തിൽ കുഴിച്ചു. എത്രത്തോളം ആഴത്തിൽ അവർക്ക് കുഴിക്കാൻ പറ്റുമോ അത്ര ആഴത്തിൽ അവരൊരു കുഴിയെടുത്തു. ഈ മനുഷ്യനെ മറമാടി. അടുത്ത ദിവസം നേരം പുലർന്നപ്പോൾ ഇയാളുടെ മയ്യിത്ത് പുറത്ത് തന്നെയാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതൊരു മനുഷ്യൻ്റെ പണിയല്ല, അത് അള്ളാഹുവിൻ്റെ ഒരു ആയത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറഞ്ഞ് നബിയെ പരിഹസിച്ച് നടന്ന ഒരാൾക്ക് അള്ളാഹു കൊടുത്ത ശിക്ഷയാണ്. അവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കുള്ളൊരു ദൃഷ്ടാന്തമായിരുന്നു ആ മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, വേറൊരാളുടെ പേരിൽ കളവ് പറയുന്നത് പോലെയല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയാന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തക്ദിബു അലയ്യ, നിങ്ങൾ എൻ്റെ പേരിൽ കളവ് പറയരുത്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ, ആരെങ്കിലും എൻ്റെ പേരിൽ കളവ് പറഞ്ഞാൽ ഓ നരകത്തിൽ ഒരു ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം, നബിൻ്റെ പേരിൽ നമ്മൾ അറിയാതെയെങ്കിലും കളവ് പറയുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കാൻ പറ്റും. ഒന്ന് സ്വീകാര്യയോഗ്യമായ ഹദീസുകളാണ്, സ്വഹീഹായ ഹദീസുകളാണ്. രണ്ട് ദഈഫായ ഹദീസുകളാണ്, സ്വീകാര്യയോഗ്യമല്ലാത്ത ഹദീസുകളാണ്. ഈ സ്വീകാര്യയോഗ്യമായ ഹദീസുകളും സ്വീകാര്യയോഗ്യമായ ഹദീസുകളും ഒക്കെ പല തരങ്ങളിലാണ്. അതിൽ സ്വീകാര്യയോഗ്യമല്ലാത്ത ദഈഫായ ഹദീസുകളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശമായ ഹദീസ് ഏതാണെന്നറിയോ? അത് അൽ മൗദൂ ആണ്. മൗദൂ ആയ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവം എന്ന് വിചാരിക്കണ്ട. അൽ കദിബുൽ മുഖ്തലഖുൽ മസ്നൂഉൽ മൻസൂബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിച്ചമച്ച കളവ്, അതിനാണ് മൗദൂ എന്ന് പറയാ. ഒരു ഹദീസ് മൗദൂ എന്ന് പറഞ്ഞാൽ അത് കള്ള ഹദീസാണ്, കള്ള റിപ്പോർട്ടാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഏറ്റവും മോശമായ ഹദീസ്. ഇപ്പോൾ കുറേ പ്രസംഗങ്ങളിൽ, യൂട്യൂബിലൊക്കെ കാണുന്ന ഒരുപാട് പ്രസംഗങ്ങളിൽ ഈ മൗദൂ ആയ ഹദീസുകൾ കൊണ്ടുള്ള സംസാരമുണ്ട്.
ഒരാൾ മൗദൂആയ ഒരു ഹദീസ് പറയണമെങ്കിൽ അത് മൗദൂഅ് ആണ് എന്ന് വ്യക്തമാക്കാതെ ഉദ്ധരിക്കാൻ പാടില്ല. ഈ ഹദീസ് മൗദൂഅ് ആണ് എന്ന് പറയാൻ വേണ്ടി അല്ലാതെ മൗദൂആയ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല, ഹറാമാണ്. ഇപ്പോൾ വാട്സപ്പും സോഷ്യൽ മീഡിയയൊക്കെ ഒരുപാട് സജീവമായി, അതൊന്നും ഇല്ലാത്ത ആരും ഇന്നത്തെ കാലത്തില്ല. അപ്പോൾ ഈ പ്രബോധനം, ഓൺലൈനായിട്ടുള്ള പ്രബോധനം സജീവമായി നടക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. നമുക്ക് കിട്ടുന്ന ഓരോ മെസ്സേജും അത് പാസ് ചെയ്യുന്നതിന് മുമ്പ്, അത് വേറൊരാൾക്ക് ഷെയർ ചെയ്യുന്നതിൻ്റെയും ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 100 വട്ടം ആലോചിക്കണം. തലയും വാലും ഇല്ലാത്ത ഒരു മെസ്സേജും വേറൊരാൾക്കും അയക്കരുത്. ഇപ്പോൾ ചില മെസ്സേജുകളൊക്കെ കാണാം, ഈ സൂറത്ത് ഓതിയാൽ മതി നിങ്ങളെ ദാരിദ്ര്യം മാറും, ഈ സൂറത്ത് ഒരു 10 തവണ ഓതിയാൽ നിങ്ങൾക്ക് ജോലി കിട്ടും, പ്രസവം എളുപ്പമായിരിക്കും, രോഗം മാറും, മക്കൾ നന്നാവാൻ ഈ സൂറത്ത് ഒരു 20 തവണ ഓതിയാൽ മതി. ഈ 20, 10, 15 എന്നൊക്കെ പറയണമെങ്കിൽ അതിന് കൃത്യമായി തെളിവ് വേണം. തെളിവില്ലാതെ പറയാൻ പറ്റൂല. എന്നിട്ട് ഈ മെസ്സേജുകൾ നമ്മുടെ ഫോണിലേക്ക് വരും, നമ്മളത് അടുത്ത ആൾക്ക് ഷെയർ ചെയ്യും. ശരിക്കും അവിടെ നടക്കുന്ന എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കായിട്ട് നമ്മൾ പ്രചരിപ്പിക്കുകയാണ്. അത് തീർത്തും തെറ്റാണ്, വലിയ അപകടമുള്ള ഒരു സംഗതിയാണ് എന്ന് നമ്മൾ ആലോചിക്കുക. അപ്പോൾ മൊബൈലിലൂടെ ദാവത്ത് നടക്കുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു അടിത്തറയാണ്, തലയും വാലും ഇല്ലാത്തൊരു മെസ്സേജ് നമ്മൾ അയക്കരുത്. ഇത് ആരെഴുതിയതാണ്, ഇത് എവിടെ നിന്നാണ് വന്നത്, അയാളുടെ നിലപാട് എന്താണ്, ഇത് ശരിക്കും അറിഞ്ഞതിന് ശേഷം മാത്രം മതി. അതല്ലാതെ നമ്മൾ നമ്മുടെ നരകം ഒരുക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ക്രിസ്ത്യാനിയായ മനുഷ്യന്റെ ഈ സംഭവത്തിൽ നമുക്ക് കിട്ടുന്ന വേറൊരു പാഠം കൂടിയുണ്ട്. അത് ഏത് സമയത്ത് നമ്മളൊക്കെ തെറ്റിപ്പോകാം. ഇയാൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട മനുഷ്യനാണ്, നബിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്ത ആളാണ്, ഇസ്ലാം സ്വീകരിച്ച ആളാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരിൽ ഒരാളാണ്. അയാളാണ് പിന്നീട് തെറ്റിപ്പോയത്. അതുകൊണ്ട് നിരന്തരമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ നിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നീ എന്നെ സഹായിക്കണമേ. ആ പ്രാർത്ഥന ഒരു ശീലമാക്കി മാറ്റുക. പര്യവസാനം എപ്പോഴും നന്നാക്കാൻ ശ്രദ്ധിക്കുക. ഏത് സമയത്തും തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കഴിഞ്ഞ ദിവസം നമ്മൾ ജനാസ നിസ്കരിച്ച, മറമാടിയ, മാൾട്ടയിൽ വെച്ച് മരിച്ച നമ്മുടെ സഹോദരൻ മുഹമ്മദ് ലുലു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ, അദ്ദേഹത്തിന് നമുക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ. പ്രിയപ്പെട്ടവർ, 29 വയസ്സാണ് പ്രായം. അതിനേക്കാളും പ്രായമുള്ള എത്ര മനുഷ്യന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. മരിക്കണമെങ്കിൽ പ്രായമാകണം, തലമുടി നിരക്കണം, തൊലി ചുക്കി ചുളിയണം എന്നൊന്നും ആരും വിചാരിക്കണ്ട. തിരിച്ചു പോകാനുള്ള സമയമായാൽ മടങ്ങിപ്പോകണം നമ്മൾ. അതിനു മുമ്പ് ഒരുക്കങ്ങൾ നടത്തുക, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ഹാത്തിം അൽ അസം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്ന ഒരു ശ്രദ്ധേയമായ വാചകമുണ്ട്, അൽ അജ്ലതു മിനശ് ശൈത്താൻ, ധൃതി പിശാചിൽ നിന്നുള്ളതാണ്, ഇല്ലാ ഫീ ഖംസത്തിൻ, 5 കാര്യങ്ങൾ ഒഴികെന്നാണ്. ആ 5 കാര്യങ്ങൾ നിങ്ങൾ ധൃതി കാണിച്ചോളിന്നാണ്. ഒന്നെന്താണ്? ഇത്ആമുദ് ദൈഫ്, ഒന്ന് അതിഥിയെ ഭക്ഷിപ്പിക്കുന്ന കാര്യത്തിലാണ്. 2 തജ്ഹീസുൽ മയ്യിത്ത്, മയ്യിത്തിന്റെ കാര്യങ്ങൾ ധൃതിയിൽ ചെയ്ത് കൊള്ളണം. ആ മയ്യിത്തിന് കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, മയ്യിത്തിന് വേണ്ടി നിസ്കരിക്കുക, മറമാടുക, ഇതൊന്നും സാവകാശം കാണിക്കേണ്ടതല്ല, പെട്ടെന്ന് ധൃതിയിൽ പൂർത്തിയാക്കേണ്ടതാണ്. തസ്വീജുൽ ബിക്കർ, അതുപോലെ തന്നെ കന്യകയായവരുടെ വിവാഹം അത് വൈകിപ്പിക്കാൻ പാടില്ല. ഖദാ ഉദ്ദൈൻ, കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സമയമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കഴിവ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, കൊടുത്തു വീട്ടണം. അത്തൗബത്തു മിനദ് ദംബ്, അത് ശരിക്കും അടിവരയിടേണ്ട ഒരു കാര്യമാണ്. ചെയ്ത തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞിട്ട് പൊറുക്കലിനെ തേടുക. അത് നാളെയാകട്ടെ, മറ്റന്നാളാകട്ടെ, അടുത്ത ആഴ്ച നന്നാക്കും, അടുത്ത മാസം നന്നാക്കും, അടുത്ത കൊല്ലം, അടുത്ത റമളാൻ നീട്ടിക്കൊണ്ടുപോകരുത്. അതൊന്നും നമുക്ക് കിട്ടുന്നൊരു ഉറപ്പില്ല. നേരം പുലർന്ന വൈകുന്നേരം ആകും നമുക്കൊരു ഉറപ്പില്ല. അതുകൊണ്ട് ചെയ്തു പോയ തിന്മകൾ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിച്ച് ഖേദിച്ചു മടങ്ങാൻ നമ്മൾ സന്നദ്ധരാകണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നന്മകളിൽ മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, വരുന്ന ഞായറാഴ്ച നമ്മുടെ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചകളും നടക്കുന്ന പോലെ തന്നെ വിജ്ഞാന സദസ്സുണ്ട്. സാലിഹ് അൽ അൻസാരി അദ്ദേഹമാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ആഴ്ചയിൽ ഒരു ഖുത്വ കൊണ്ട് മാത്രം നമുക്കൊന്നും ആകൂല, ഇതൊരു ഉത്ബോധനം മാത്രമാണ്. കൂടുതൽ അറിവും പഠനമൊക്കെ നമ്മൾ വേറെ തന്നെ നമ്മുടെ റിസ്കിൽ നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ പരിശ്രമിച്ച് പഠിക്കണമെന്ന് കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ.